അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നമുക്ക് ഫീഡ്ബാക്കിലൂടെ ലഭിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, കമൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഉപദേശങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഓപ്പണായിട്ട് പറയാമല്ലോ. അപ്പം അവിടെയൊക്കെ പലപ്പോഴും കുടുംബങ്ങളിൽ കുളിർത്തനലായി എന്നതാണ് നമ്മുടെ ആപ്തവാക്യം സ്നേഹക്കൂടിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സ്നേഹക്കൂട് എടുക്കാറുള്ളത്. അത് കുടുംബത്തിലെ വ്യത്യസ്ത വ്യത്യസ്ത മേഖലയിൽ ഒരു പക്ഷേ ഒരു പിതാവിൻ്റെ റോളിൽ, ഒരു മാതാവിൻ്റെ റോള്, ഭാര്യയുടെ റോള്, ഭർത്താവിൻ്റെ റോള്, അതുപോലെ രക്ഷിതാക്കൾ മൊത്തത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, മക്കളുടെ ബാധ്യതകൾ, മക്കളോടുള്ള ബാധ്യതകൾ, ഇതെല്ലാം നമ്മൾ പല വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭാര്യമാരോടുള്ള കടപ്പാടുകൾ, അത് വ്യത്യസ്ത വിവാഹത്തിൻ്റെ വരുന്ന നാളുകളിൽ, വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളിലേറെ പ്രയാസം അനുഭവിക്കുന്ന, പലപ്പോഴും തലവേദനകൾ ഉണ്ടാക്കുന്ന ചില മേഖലയിലേക്കാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും ഈ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് നമുക്ക് വേണ്ട നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ബഹുമാനനായ പ്രൊഫസർ കെ പി സാറാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. മടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നല്ല ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇപ്പോൾ പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട് കേരളക്കരയിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രവാസ ലോകം, പ്രവാസ ജീവിതം, അവരുടെ കുടുംബങ്ങൾ നാട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതൊക്കെ പലപ്പോഴും പല സഹോദരന്മാർ അവരുടെ വേദനകളായിട്ട് പങ്കുവെക്കാറുണ്ട് നമ്മളോട്. പീസ് റേഡിയോയിൽ തന്നെ പല വിഷയങ്ങളിൽ ലൈവ് കൗൺസിലിംഗ് ഒക്കെ വിഷയങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. പ്രവാസികളായ ആളുകളുടെ ഭാര്യമാരുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ, അല്ലെങ്കിൽ ആ ഭാര്യമാർ അനുഭവിക്കുന്ന ടെൻഷനുകൾ, ആ ആംഗിൾ പലപ്പോഴും ചർച്ച ചെയ്യില്ല. അവരുടെ അടുത്ത് വരുന്ന എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടെങ്കിൽ, ഒരു ഫാൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് അത് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി അവരെ ഒന്നുമല്ലാത്തവരാക്കി മാറ്റുന്നു. പക്ഷേ അവിടെയും അവർക്ക് കിട്ടേണ്ട ചില ബാധ്യതകളും കടപ്പാടുകളും ഒക്കെ ഇല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ സ്നേഹക്കൂടിന് എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? ഒരു വലിയ ടോപ്പിക്ക്, അതായത് പ്രവാസികൾ എന്ന് പറയുമ്പോൾ പ്രവാസ ജീവിതം തന്നെ ഒരു വലിയ ത്യാഗമാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു സഹോദരൻ്റെ കഥയാണ്. അയാൾ ഏകദേശം 34 വർഷം പ്രവാസ ജീവിതം നയിച്ചു. പിന്നീട് അയാൾ ഏകദേശം അയാളുടെ എല്ലാ കാര്യങ്ങളും ഓഫാവുന്ന 55 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റ് ഏജിലേക്ക് എത്തുകയാണ്. പിന്നെ കൂടുതലൊന്നും അധ്വാനിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. സ്വന്തം സിസ്റ്റേഴ്സിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് സംഖ്യ ചിലവഴിച്ചിട്ടുണ്ട്. പാരൻസിനെ നന്നായിട്ട് പരിഗണിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും അവസാനം ഞാൻ ഈ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിൽ, കരുവേപ്പില ഔട്ട് എന്ന് പറയില്ല നമ്മൾ, കറിയിൽ നിന്ന് കരുവേപ്പില എടുത്തെറിയപ്പെടുന്നത് പോലെ മാനസികമായിട്ട് തളർന്ന ഒരു സാഹചര്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയ്ക്ക്, മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന, സ്നേഹം, ശ്രദ്ധ അതൊന്നും കൊടുക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് അതിൻ്റെ ഔട്ട്കം. ഇങ്ങനെയുള്ളൊരു കേസ് ഞാൻ കൈകാര്യം ചെയ്തപ്പോൾ ഒരു പ്രവാസി അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, അതൊരു പ്രവാസിയുടെ നൊമ്പരാണ്. എന്നാൽ പ്രവാസികളുടെ ഭാര്യമാർ, അത് എസ്പെഷ്യലി പ്രവാസ ജീവിതം നയിക്കുന്നവരുടെ ഭാര്യമാർ നാട്ടിൽ നിന്ന് അവിടെ ജീവിക്കുകയാണെങ്കിൽ അവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പറയാം നാട്ടിൽ പ്രവാസിയുടെ ഭാര്യമാർ അനുഭവിക്കുന്ന നൊമ്പരങ്ങളും വിഷമങ്ങളുമാണ്. എന്നാൽ പ്രവാസിയുടെ കൂടെ പ്രവാസിയുടെ ഭാര്യ ആ നാട്ടിൽ തന്നെ ജോലിയിൽ അയാൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യമാർ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതായിരിക്കും ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വലിയ പ്രതീക്ഷയിലാണല്ലോ സാധാരണ പ്രവാസിയുടെ കൂടെ ഭാര്യ ഗൾഫിൽ പോവുക, ദുബായിൽ പോവുക, അല്ലെങ്കിൽ സൗദി പോവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവേശ കമ്മിറ്റിയായിട്ടാണ് പോവുക. പണ്ട് സാധാരണ നമ്മൾ പിന്നെ ഒരു കഥയായിട്ട് പറയാറുണ്ട്.
പണ്ട് വയനാട്ടിൽ പോയ മാതിരി. വയനാട്ടിൽ പോകുന്ന ഒരാളോട് ചോദിച്ചു എങ്ങോട്ടാടാജ് പോകുന്നു ചോദിച്ചപ്പോൾ ഞാൻ വയനാട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ആവേശ കമ്മിറ്റിയായിട്ട് പോയി. അന്നൊക്കെ വയനാട്ടിൽ വലിയ തണുപ്പാണ്, ഇന്നത്തെ അവസ്ഥ മാറി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആകെ തണുപ്പെല്ലാം ഏറ്റ് മൂപ്പരാകെ ടയേർഡായിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു മാനസികാവസ്ഥ സ്ത്രീകൾക്ക്, പ്രവാസി ഭാര്യമാർക്കുണ്ട്. അതായത് കുടുംബത്തിൽ നിന്നൊക്കെ അവർ ഫ്ലൈറ്റ് കയറുമ്പോൾ ആ ദുബായ് അല്ലെങ്കിൽ സൗദി ഇന്ന രൂപത്തിലായിരിക്കും, അവിടെ വളരെ കുശാലായ ജീവിതമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. എന്നാൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഭാര്യമാർ ഒരു പുതിയ സംസ്കാരത്തോട് അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. അതവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അവിടെ എത്തുമ്പോൾ ആ ഒരു കൾച്ചർ കേരളത്തിൻ്റെ കൾച്ചറല്ലല്ലോ. അപ്പോൾ ആ സംസ്കാരത്തോട് ഇൻട്രാക്ട് ചെയ്ത് അതിനോട് കോപ്പി ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് ടൈം, അത് സമയമെടുക്കും. പ്രത്യേകിച്ച് ഉമ്മ, ഉപ്പ, കുടുംബം, ഭർത്താവിൻ്റെ കുടുംബം അവരൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവരൊരു അപ്പാർട്ട്മെൻറ്റിൽ അവരെത്തുന്നത്. അവർ ജോലിക്ക് പോവാത്ത ഒരു പെണ്ണുകൂടിയാണെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് ആ അപ്പാർട്ട്മെൻറ്റിൽ അവരൊറ്റക്കാണ്. ആ ഒറ്റക്കാവുന്ന ഘട്ടത്തിൽ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കിലുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മറ്റൊരു കേസ് വന്ന അത് ഇതിനോട് കൂട്ടിച്ചേർക്കാം. കല്യാണം കഴിച്ച പെൺകുട്ടി, അവൾ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. വലിയ പ്രതീക്ഷയിലാണ് കല്യാണം കഴിഞ്ഞത്. ഭർത്താവ് ഗൾഫിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഭാര്യ പറയുകയാണ്, എനിക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു കെയറിങ് അല്ലെങ്കിൽ സ്നേഹം കിട്ടിയിട്ടേ ഇല്ല. 4-5 വർഷമായി ഞാൻ ഒന്നിച്ച് ജീവിക്കുന്നു, പക്ഷെ കിട്ടിയില്ല. കാരണം അദ്ദേഹം വർക്ക് പ്രഷറിലാണ്. കമ്പനി അത്ര വലിയ ഡ്യൂട്ടിയാണ് അയാൾക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഭാര്യയ്ക്ക് വേണ്ട ആ ഒരു സ്പെയർ ടൈം കൊടുക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടില്ല. എന്നാൽ വൈവാഹിക ജീവിതം അവിടെ പരാജയപ്പെടുകയാണ്. ഇത് മുഴുവൻ സഹിക്കുന്ന ഈ പെൺകുട്ടിയാണ്. എന്നാൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. കാരണം വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പ രോഗിയാണ്. രോഗിയായിട്ടുള്ള വാപ്പയ്ക്ക് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കപ്പെടുമെന്നുള്ള പേടി കൊണ്ട് അതവൾ സ്വകാര്യമായി വെക്കുന്നു. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വിവരണാതീതമാണ്. അപ്പം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പ്രവാസിയുടെ ഭാര്യമാർ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മളാരും കാണാത്ത ഒരു പോയിൻ്റാണ്. നമ്മൾ വിചാരിക്കുന്ന അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, നല്ല കാറുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈമുണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് ഒരാൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സംഗതി മാനസിക സംതൃപ്തിയാണല്ലോ. അത് കിട്ടണമെങ്കിൽ ആ വ്യക്തിയെ കിട്ടേണ്ടതുണ്ട്, അയാൾ പരിഗണിക്കേണ്ടതുണ്ട്. അത് കിട്ടാതെ പോകുന്നു എന്നുള്ളത് പ്രവാസിയുടെ ഭാര്യ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അല്ലേ, സാധാരണ പ്രവാസിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ, ഇവിടെ നാട്ടിൽ ഒറ്റപ്പെടുന്ന അവരുടെ ഭാര്യമാർ എന്നാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ചർച്ച ഉദ്ദേശിച്ചത് പ്രവാസ ലോകത്ത് തന്നെ ജീവിക്കുകയും അല്ലേ, ആ പ്രവാസിയുടെ അതേ നാട്ടിൽ തന്നെ അവരോടൊപ്പം ജീവിക്കുന്നു, എന്നാൽ അവരനുഭവിക്കുന്ന ഒരുപാട് ടെൻഷനുകളാണ്. ഇത് പലപ്പോഴും മറ്റാരും ചർച്ച ചെയ്യാത്തൊരു വിഷയം കൂടിയാണ്. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് പരിഹരിക്കാൻ കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് വളരെ ബോധപൂർവം നമ്മൾ തിരഞ്ഞെടുക്കുകയും പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, എത്ര സുന്ദരമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലേ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കണക്റ്റഡാണ്. ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ച് പരസ്പരം അത് നിലനിർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നല്ല ജീവിതം, നല്ലൊരു പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വലിയ പ്രതീക്ഷകളോടുകൂടി ഇവിടെ നിന്ന് വിമാനം കയറുകയും അവിടെ എത്തുമ്പോൾ ഒരു കൾച്ചറിൽ നിന്നും മറ്റൊരു കൾച്ചറിലേക്ക് എത്തുമ്പോൾ അതുമായി കോപ്പപ്പ് ചെയ്തു പോകാനുള്ള ആദ്യത്തെ ഒരു പ്രയാസം, അത് കഴിഞ്ഞ് തൻ്റെ ഭർത്താവിന് ഇഷ്ടം പോലെ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് പോകുമ്പോൾ ആ ഭർത്താവ് ജോലി തിരക്കിലായി ആ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റപ്പെടുന്ന ആ ഒരു ഏകാന്തത അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടേക്കാണ് അദ്ദേഹത്തിൻ്റെ വിരൽ ചൂണ്ടൽ എന്നുള്ളതാണ്. അപ്പോൾ സർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വർക്ക് ലോഡിൽ അകപ്പെട്ട് ഭർത്താവിനെ അവിടെ നിന്ന് കിട്ടണില്ല. ഇവിടെ നാട്ടിലാവുമ്പോൾ ഒരു പക്ഷേ സ്വന്തം വീട്ടിലേക്ക് പോകാം,
അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തന്നെ ഉപ്പയും ഉമ്മയും ഉണ്ടാവും, മക്കൾ ഇല്ലേ ഇവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ അവിടെ പോയി പലപ്പോഴും ഈ അപ്പാർട്ട്മെൻറ്റിൽ പരിചയമുള്ള ആൾക്കാരാവണമെന്നില്ല. മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള മറ്റു പല നാടുകളിൽ നിന്നും അവിടേക്ക് വന്ന ഇതുപോലുള്ള സഹോദരിമാരുണ്ടാവാം. ലാംഗ്വേജ് പ്രശ്നങ്ങളുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഓരോ പ്രശ്നങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് നന്നാവുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അവിടെ എന്താ അറിയോ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആളുകൾക്കുള്ള ഒരു ധാരണ എന്താ വെച്ചാൽ ഓള് നല്ല സുഖത്തിലാണ്, ഓന് നല്ല സുഖത്തിലാണ്, ഒരു ഭയങ്കര ഹാപ്പിയാണ്. അത് നമ്മുടെ കണക്കൂട്ടലാണ്. അവരനുഭവിക്കുന്ന നോവുകൾ, വേദനകൾ, പ്രയാസങ്ങൾ അവർക്കേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇസ്ലാമിക നിയമപ്രകാരം ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും ഒക്കെ അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ അത് കംപ്ലയിൻറ്റ് ചെയ്യും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെറിയ പ്രശ്നം ഉണ്ടായാൽ നാട്ടിൽ മുഴുവൻ ആളുകളെയും അറിയിക്കുന്ന ചില ആളുകളുണ്ട്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരാളോടും പറയാതെ മുഴുവൻ സഹിച്ചു തീരുന്ന സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി, പ്രവാസിയായ പുരുഷൻ്റെ ഭാര്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ സോഷ്യൽ ഐസൊലേഷനാണ് അല്ലേ? എനിക്കറിയാം, ഞാൻ എൻ്റെ പഠനം, ഞാൻ വീണ്ടും അതിലേക്ക് തിരിച്ചു പോവാണ്. ഞാൻ 18 വയസ്സിലാണ് എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അലിഗറിലെത്തുന്നത്. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു ഹോം സിക്നെസ് ഉണ്ട്. അതായത് ഭാഷ, സംസ്കാരം, ആളുകളൊക്കെ മാറ്റം. വലിയ പ്രതീക്ഷയിലാണ് ഇവിടുന്ന് ട്രെയിൻ കയറി പോകുന്നത്. കാരണം ഈ എൻ്റെ നാട് വിട്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് പഠിക്കണം. ആ സമയത്തുള്ള ചിന്ത അത് മാത്രമായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭാഷ വളരെ ഒന്നും അറിയാത്ത ആളാണ് ഞാൻ. ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, ഉറുദു അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാക്കിയ ആധി വളരെ വലുതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടുകാരനായ ഒരാൾ അവിടെ അദ്ദേഹത്തിൻ്റെ മകനെയും കൂട്ടി അഡ്മിഷന് വന്ന സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾ കൊണ്ടുപോകണം, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഞാൻ അതിനെ അതിജീവിച്ചു. ഞാൻ പറയുന്നത് ഇതുപോലെ പ്രവാസിയായ ഒരു ഭാര്യ അവിടെ എത്തുമ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു നാടാണ്. തോന്നുന്ന സമയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലേ? ഭർത്താവ് ജോലിക്കാരനാണെങ്കിൽ അയാൾക്ക് കൃത്യമായ സമയത്ത് ജോലി ചെയ്യണം. ആ ജോലിയുടെ വർക്കിൻ്റെ പ്രഷർ വളരെ വലുതാണ്. ചില കമ്പനികളൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് അസൈൻമെൻറ്റ് കൊടുക്കും, അത് പൂർത്തീകരിക്കേണ്ടി വരും. അത് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന വലിയ കമ്പനിയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ മൈക്രോ ലെവൽ പ്ലാനിങ്ങിൽ ഈ ഹസ്ബൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തലക്ക് പേറിയിട്ടായിരിക്കും അയാൾ റൂമിലേക്ക് വരിക. അദ്ദേഹത്തിന് ഒരിക്കലും ഭാര്യയുമായിട്ട് ഒരു നല്ല ഇമോഷണൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇവൾ സ്വയം അനുഭവിക്കുകയാണ്. കാരണം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 18-20 വയസ്സെന്ന് പറഞ്ഞാൽ ആ പ്രായം അത്ര വലിയ പക്വതയുടെ പ്രായമല്ല. അപ്പോൾ അവൾക്ക് അവളുടെ മനസ്സിലുള്ള ആദികളും വേവലാതികളും ഒന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു ഇടല്ല. അപ്പോൾ അത് അവൾ അനുഭവിക്കുകയാണ് അവിടെ. എന്നാൽ വീട്ടിലേക്ക് വിളിച്ച് പറയാനും വയ്യ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഒരു സോഷ്യൽ ഐസൊലേഷനാണ്, സാമൂഹ്യമായ ഒറ്റപ്പെടൽ. ഇത് നമ്മൾ വീട്ടുകാർ മനസ്സിലാക്കണം. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്. അപ്പോൾ കുടുംബക്കാർ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള പ്രവാസി സഹോദരിമാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്ന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നിർബന്ധമായിട്ടും അവരനുഭവിക്കുന്ന ഇത്തരം പ്രഷർ അത് റിലീസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചതാണ്, പെണ്ണിന് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. കാരണം അവളുടെ വികാരങ്ങൾ റിലീസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ വീട്ടുകാരുമായിട്ട് നടത്താനുള്ള ഒരു അവസരം ഭർത്താക്കന്മാരുണ്ടാക്കി കൊടുക്കുക. എന്നാൽ ചില ഭർത്താക്കന്മാരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് ഇയാൾ ചൂടാവും, ആരോടും സംസാരിക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാനും പാടില്ല, അപ്പാർട്ട്മെൻറ്റ് നിൽക്കും വേണം. ഈ മക്കളെ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലോ ആ മക്കളുടെ പ്രഷർ കൂടി അവിടെ ഉണ്ടാവും. ഒരിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രവാസിയുടെ ഭാര്യ വന്നു. ആ ഭാര്യയുടെ ഭർത്താവ് ഗൾഫിലാണ്, അത് നാട്ടിലെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടി അവൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഓടാനുള്ള കാരണം യുവതിയായിട്ടുള്ള ഈ പെൺകുട്ടി അവൾ അനുഭവിക്കുന്ന ഒരുപാട് സംഘർഷങ്ങളുണ്ട്. മറ്റൊരാളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ആ പെൺകുട്ടി ഭർത്തൃ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ ആരുമില്ല, വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. അത് സഹിക്കാൻ വയ്യാതെയാണ് ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. സ്വാഭാവികമായിട്ടും അവളെ പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിലാണ് അഭയം. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ്സാണ്
അതൊരാളോടും റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആ പെൺകുട്ടി അനുഭവിച്ച ഇഷ്യൂ. എന്നാൽ അവളെ പിന്നെ സൈക്കാട്രിക് കെയറിലേക്ക് അല്ലെങ്കിൽ രോഗമാക്കി ചികിത്സിക്കുകയാണ്. പെൺകുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആ പെൺകുട്ടി കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോൾ അവളുടെ ഭർത്താവും അവളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് മനസ്സിലായപ്പോൾ അത് ഭർത്താവുമായി സംസാരിച്ചു. അപ്പോൾ അത് പരിഹാരത്തിലേക്ക് വന്നു. ഇത് ഭർത്താക്കന്മാർ മനസ്സിലാക്കാറില്ല. അതായത് അവർ മനസ്സിലാക്കുന്നത് ഇതൊരു മെഷീനാണെന്നാണ്. എൻ്റെ മക്കളെ പോറ്റാനുള്ള ഒരു മെഷീനാണ് എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മനെ എൻ്റെ ഉപ്പയെ നോക്കാനുള്ള മെഷീനാണ്. ഈ സ്ത്രീക്ക്, ഈ പെൺകുട്ടിക്ക്, ഭാര്യയ്ക്ക് അവളുടേതായ വികാരങ്ങളുണ്ട്, ഫീലിങ്സ് ഉണ്ട്, സങ്കടങ്ങളുണ്ട്, ആങ്സൈറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇത് പ്രവാസികൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർ ജോലിക്ക് പോകണം, സംശയമല്ല. ജോലിക്ക് പോകുന്നതോടൊപ്പം തൻ്റെ ഭാര്യയ്ക്ക് നൽകേണ്ട ആ ഒരു കെയറിങ്ങും ലിസണിങ്ങും സമയവും കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ചേർത്താൻ സമയം കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. കമ്മ്യൂണിക്കേഷൻ എന്നത് ഒരു വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമുക്ക് പലപ്പോഴും പല ചർച്ചകളും നമ്മൾ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ളത്, അവരോട് സംസാരിക്കാനുള്ളത് അവർക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും അതുപോലെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സും സമയവും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കേണ്ട ആളുകളുണ്ടാവും. ഇപ്പോൾ ഭാര്യമാരുടെ ഉപ്പമാരുണ്ടാവും, ഉമ്മമാരുണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെയൊക്കെ ആയിട്ട് സംസാരിക്കുക എന്നത് ഇന്ന് ഈ ഒരു കാലത്ത് അത്ര വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനുള്ള ഇടം കൊടുത്താൽ ഒരുപാട് സ്ട്രെസ്സുകൾ നമുക്ക് കുറയും. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷമൊക്കെ എത്തുമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്, അവൾ മനസ്സിലാക്കേണ്ടേ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കാണുകയും പിന്നീട് അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അത് ഭർത്താക്കന്മാർ മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അല്ല, അവിടെ നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. അതായത് ഭർത്താക്കന്മാർ പറയും, അന്നെ വിസ എടുത്തുകൊണ്ട് കൊണ്ടുവരാനുള്ള ചെലവ് എത്ര രൂപ മുടക്കിയിട്ടാണെന്നറിയോ, ഇത് പുട്ടിൽ തേങ്ങടണ മാതിരി ഇടക്കിടക്ക് ഇങ്ങനെ അവളെ മുമ്പ് പറയും. അപ്പോൾ അവസാനം അവളെന്നെ ആഗ്രഹിക്കും, വേണ്ടിയില്ലായിരുന്നു ഇങ്ങോട്ട് വരല്. അങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമല്ലല്ലോ. വിസ എടുത്ത് അവിടെ കൊണ്ടുവന്നത് കൊണ്ട് ആയില്ല, ബാക്കി കാര്യങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്, കിട്ടേണ്ടതുണ്ട്. അത് ഭർത്താവിൽ നിന്ന് കിട്ടില്ല. പിന്നെ അദ്ദേഹം കണക്ക് പറയാൻ നിൽക്കുകയാണ്. അത് അയാളുടെ സാമ്പത്തികമായ പ്രാരാബ്ദം കൊണ്ടോ അല്ലെങ്കിൽ അവസ്ഥ കൊണ്ടോ പറഞ്ഞതായിരിക്കും. പക്ഷേ അത് അവളിൽ ഉണ്ടാക്കുന്ന മുറിവിൻ്റെ വ്യാപ്തി ഭർത്താക്കന്മാർ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞത് സാധാരണ പലപ്പോഴും നമ്മൾ പുരുഷന്മാർക്ക് വരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണർത്തിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഭാര്യമാർക്ക് ഒരിക്കലും അത് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അവർക്ക് നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കണക്കുകളും അതല്ലെങ്കിൽ ഞാൻ അത്ര ചെയ്തില്ലേ, ഇത്ര രൂപ ചിലവാക്കിയില്ലേ, ഇതൊരിക്കലും ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു സംതിങ് അവരെ കയ്യിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ക്യാഷ് ആയിട്ടോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിലോ, അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും പറയുമ്പോൾ അവരത് ഏറെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ശരിക്കും തീർച്ചയായും ഓരോ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്നുണ്ട്, അത് അവർക്കും അറിയാം. പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെയൊക്കെ വില കുറച്ച് കാണിക്കാൻ പലപ്പോഴും അതേപോലെ തന്നെയുള്ള ഫീഡ്ബാക്ക് കിട്ടണമെന്നില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ നന്മ ചെയ്താലും എന്തെങ്കിലും ഒരു ന്യൂനത നമ്മിൽ നിന്ന് സംഭവിച്ചാൽ അവരുടെ പ്രകൃതം, അത് അവരുടെ പ്രകൃതമാണ്. അതിന് ഈവൻ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ആ ഒരു പ്രകൃതം അവർ പ്രകടിപ്പിച്ചേക്കും. അപ്പോൾ അവിടെ പുരുഷൻ ചെയ്യേണ്ടത് ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ്, അല്ലേ? അവർക്കൊരു വളവുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പ്രകൃതത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. ഒരിക്കലും അത് എടുത്തു പറയാന്നുള്ളതല്ല. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ആ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് സഹോദരന്മാർ, പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ നാട്ടിലെ നമ്മുടെ ഭർത്താക്കന്മാരും ഉപ്പമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞത് നമ്മൾ ഈ പ്രവാസ ലോകത്ത് ഇതേപോലെ നമ്മൾ കൊണ്ടുപോയി അവിടെ ജീവിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ്. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു, അതുപോലെ അവരുടെ ഫീലിങ്സുകൾക്കുള്ള അതിനെ നമ്മൾ കണക്കാക്കിയിട്ട് അതിന് വേണ്ട ശ്രദ്ധയും പരിഗണന അവർക്ക് കൊടുക്കണമെന്നുള്ള പറഞ്ഞു. പിന്നെ പോലെ ഈ പലപ്പോഴും പുരുഷന്മാരെ നമുക്കൊക്കെ വരുന്നൊരു കാര്യം, നമ്മുടെ വർക്ക് സ്ട്രെസ്സുകൾ അത് ഒരു റിലീസ് ചെയ്യാനുള്ള ഇടമായിട്ട് നമ്മൾ കാണാറുള്ള വീടാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ താമസിക്കുന്ന ഇടങ്ങളാണ്. പ്രത്യേകിച്ച് 12-14 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന സഹോദരന്മാർ വിദേശങ്ങളിലുണ്ട്. അപ്പം അങ്ങനെയുള്ള
ജോലി ചെയ്യുന്ന ഈ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് പുരുഷന്മാർക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവില്ല. അപ്പം അവിടെ അത്തരത്തിലുള്ള ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഇതുപോലെയുള്ള ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ലേ, അതൊന്ന്. തീർച്ചയായിട്ടും. അതായത് ഇവിടെ ഭാര്യമാർ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ സ്ട്രെസ് അവരനുഭവിക്കുന്നുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ ഒരു മസ്ഊലിയത്തുള്ള, അതായത് അക്കൗണ്ടബിലിറ്റി ഉള്ള, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മേഖലയിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ കൃത്യസമയത്തിന് ജോലിക്ക് എത്തണം, ചെയ്യേണ്ട വർക്കുകൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കണം. ആ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് അതിനുള്ള സാലറി കൊടുക്കുള്ളൂ. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കമ്പനികളൊക്കെ ആണെങ്കിൽ ആ രൂപത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള സമയം കിട്ടണമെന്നില്ല. അപ്പോൾ അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് പെരുമാറുക എന്നുള്ളത്, പോസിറ്റീവായ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളത് ഭാര്യ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും അവളിങ്ങനെ കാത്തിരിക്കുകയാണ് ഭർത്താവ് വരുന്ന സമയത്ത് അവൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. കാരണം ഭർത്താവിനെ കിട്ടാത്ത ഫ്രസ്ട്രേഷൻ, ഭർത്താവ് വരാത്ത ഫ്രസ്ട്രേഷൻ, ഭർത്താവില്ലാത്ത ഫ്രസ്ട്രേഷൻ, മാനസികമായ പ്രയാസം അവൾ അനുഭവിക്കുകയാണ്. വന്ന് കയറുന്ന നിമിഷം തന്നെ അവൾ നെഗറ്റീവ് ടോണിൽ സംസാരിച്ചു എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ബലൂണ് ഒരു പിന്നോണ്ട് കുത്തിയ പ്രതീതിയായിരിക്കും. അതോടുകൂടി ഇയാൾ മൂഡ് ഓഫായി. പിന്നെ അന്നത്തെ ദിവസം ബർബാസായി, ആ മൂഡ് നഷ്ടപ്പെട്ടു. ലൈംഗികമായ ബന്ധം പോലും പിന്നെ നടക്കില്ല. കാരണം ലൈംഗികമായ ഏറ്റവും നല്ല ഒരു ബന്ധം അവിടെ നടക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മാനസികാവസ്ഥ നന്നാവണം. ഇത് സ്ത്രീകൾ പോലും ശ്രദ്ധിക്കാറില്ല, പുരുഷനും ശ്രദ്ധിക്കാറില്ല. പുരുഷൻ മനസ്സിലാക്കേണ്ടത് ഇൻസൾട്ടിങ് ആയിട്ടുള്ള വാക്കുകൾ ഭാര്യയോട് സംസാരിച്ചു പോകും. ചിലവർ ഒരു വികാരത്തിന് അടിമപ്പെട്ട് അങ്ങനെയുള്ള വാക്ക് സംസാരിക്കും. പിന്നെ ഇയാൾ അദ്ദേഹത്തിൻ്റെ വൈകാരിക പൂർത്തീകരണത്തിന് വേണ്ടി ഭാര്യയെ ക്ഷണിക്കുമ്പോൾ ഭാര്യ സമ്മതിക്കില്ല. കാരണം അവൾ മാനസികമായി തകർന്ന ഒരവസ്ഥയിൽ ഒരിക്കലും ഷേന റൂമിൽ അവൾ അതിന് വില്ലിങ് ആവില്ല. ഇത് ഭർത്താവ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സെക്സ്വൽ ഇൻ്റർകോഴ്സ് എന്നുള്ളത് ഏറ്റവും ആരോഗ്യദായകമായി നടക്കണമെങ്കിൽ രണ്ടുപേരും ഉഭയകക്ഷികൾ തമ്മിൽ എന്താണ് നല്ലൊരു മാനസിക വ്യാപാരം നടക്കണം. ഇത് രണ്ടാളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ, ഇപ്പോൾ ജോലി സ്ഥലത്തു നിന്നുള്ള ഫ്രസ്ട്രേഷനുമായിട്ടാണ് ഭർത്താവ് വരുന്നത്. അത് തന്നെ അയാൾക്ക് പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ ഭാര്യ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അയാൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ഇത് ഭാര്യമാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ പ്രവാസ ലോകത്ത് ആളുകൾ ജോലി ചെയ്യുന്ന വ്യത്യസ്ത മേഖലയിലാണ്. ഇപ്പോൾ സഹസർ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ സഹസറിൻ്റെതായ ജോലിയാണ്, എനിക്കൊരു പക്ഷേ വേറൊരു ജോലി ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മുടെ ഭാര്യമാർ പലപ്പോഴും ഈ ജോലിയുടെ ഏറ്റവും വ്യത്യാസങ്ങളോ അവർക്ക് കിട്ടുന്ന ഏണിങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻകത്തിനെ കുറിച്ച് അത്ര ബോധവാന്മാരാവണമെന്നില്ല. അപ്പോൾ ഒരു ഹൈ സാലറീഡ് ആയിട്ടുള്ള ഒരാൾ വാങ്ങിക്കുന്ന സാലറി ഉണ്ട്. അപ്പോൾ അയാളും അയാളുടെ കുടുംബം ഒരു പക്ഷേ നല്ല ഹാസ്പോസ് ലൈഫ് അവിടെ ജീവിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ ഭർത്താവിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഒരു പക്ഷേ അത്ര തന്നെ സംഖ്യ സാലറി ആയിട്ട് ലഭിക്കണമെന്നില്ല. അപ്പോൾ അവിടെയും ചില പ്രശ്നങ്ങളുണ്ടാവില്ലേ? അത്തരക്കാരായ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയില്ല, അതും കൂടി നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട്. അതായത് പിന്നെ ഭർത്താവിൻ്റെ പോക്കറ്റിൻ്റെ വലിപ്പം എന്ന് നമ്മൾ പറയാം. ആ പോക്കറ്റിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ഭർത്താവിന് ആഗ്രഹമുള്ള കാര്യമാണ് നല്ല സമ്പാദ്യം ഉണ്ടാവണം, നല്ല വരുമാനം ഉണ്ടാവണം, നല്ല ജീവിതം നയിക്കണം, അയാൾ ആഗ്രഹിക്കും, പിശുക്കന്മാരല്ലെങ്കിൽ. അപ്പോൾ അത് സ്വയം അയാൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഓവർ ടൈം എടുക്കുന്നുണ്ടാവും, എന്നിട്ടും അയാൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അത് കണ്ടറിഞ്ഞുകൊണ്ട് ഭാര്യ പെരുമാറിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പോൾ ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർ തമ്മിൽ ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അറിയേണ്ട കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നിങ്ങളുടെ വരുമാനം എത്രയാണ്. നിങ്ങളുടെ വരുമാനം അറിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. അപ്പോൾ അവിടെ മറ്റൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ വരുമാനം കുറവാണെങ്കിൽ ആ വരുമാനം കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ രണ്ടു പേർക്കും ഒന്നിച്ച് എടുക്കാൻ പറ്റും. അതിനുള്ള സഹകരണം, വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ പെണ്ണിനുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടൊക്കെ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത് മുഖേന അവളുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് അവൾക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി പല പുരുഷന്മാരും മനസ്സിലാക്കാത്തത്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഒരു ജോലിക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പഠനം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇദ്ദേഹം കല്യാണം കഴിച്ചതോടുകൂടി
ഫുൾ സ്റ്റോപ്പ് ഇട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു കമൻ്റാണ് അവർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ചില സുഹൃത്ത് വലയങ്ങൾ അവർക്കുണ്ടായിരിക്കും. സർക്കാർ ജോലിയുള്ള അവരുടെ ക്ലാസ്മേറ്റ്സ് ചിലപ്പോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതേപോലെയുള്ള ആരെങ്കിലുമൊക്കെ അവരുടെ കുടുംബത്തിലുണ്ടായിരിക്കും. അപ്പോൾ അവരവരുടെ സുഖങ്ങൾ മാത്രമാണ് പറയുക. ആ ജോലിക്ക് പോകുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളോ ദുഃഖങ്ങളോ ഒന്നും അവർ ഷെയർ ചെയ്യൂല. അവരതിൻ്റെ പോസിറ്റീവ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി മനസ്സിലാക്കുകയാണ്, എനിക്കും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്തൊക്കെ ആസ്വദിക്കുമായിരുന്നു, എനിക്ക് സ്വന്തമായ ഏണിംഗ് ഉണ്ടാവും, സ്വന്തമായ ഫ്രീഡം ഉണ്ടാവും, ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുക, അങ്ങനെ പലതും വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ജോലിക്ക് പോകുന്ന സഹോദരി അതിനേക്കാളും വലിയ ഭീകരമായ പ്രശ്നങ്ങൾ സ്വന്തം ലൈഫിലും ഫാമിലി ലൈഫിലും അനുഭവിക്കുന്നുണ്ടാവും. അതവർ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ഇവിടെ ഭർത്താവ് എന്താണ്, ഭർത്താവിൻ്റെ ജോലി എന്താണ്, അയാളുടെ ഇൻകം എന്താണ്, അത് വർദ്ധിപ്പിക്കാൻ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെ ഭർത്താവും ശ്രദ്ധിക്കേണ്ടത് ഭാര്യയുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവൾക്ക് ആ ഒരു റെസ്പെക്റ്റും അംഗീകാരവും കൂടെ തന്നെ ജോലിയിലാക്കാൻ പറ്റുന്ന, ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ, പാരൻറ്റിങ് നിർവഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികൾ ഇന്ന് സഹോദരിമാർ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫ്രീഡം കൊടുക്കണം. അത് ഭർത്താക്കന്മാർ കൊടുക്കാതിരിക്കുന്നതും ശരിയല്ല. അതായത് ഓൺലൈനായിട്ട് സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടെ അറിവ് വെച്ചുകൊണ്ട് അവർ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇൻകം ഉണ്ടാക്കാം. അവരുടെ കുറേ സ്ട്രെസ്സ് റിലീസ് ചെയ്യപ്പെടും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നല്ല ടീച്ചർ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ TTCയോ BEdോ MEdോ ഒക്കെ കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. നന്നായിട്ട് അവൾക്ക് കഴിവുണ്ട്, അറിവുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്താതെ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിപ്രഷൻ മോഡിലേക്ക് അവൾ മാറിയേക്കും. അപ്പോൾ ആ ഡിപ്രഷൻ മാറ്റാനുള്ള ഏക പരിഹാരം ഇസ്ലാമികമായ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ഹലാലായ രൂപത്തിലുള്ള ജോലി ഉണ്ടെങ്കിൽ അത്, അല്ല എങ്കിൽ വീട്ടിൽ വെച്ചുകൊണ്ട് ഓൺലൈൻ സംവിധാനത്തിൽ കൂടി വല്ല ജോലിയും എൻഗേജ് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ തൻ്റെ ജോലിയിൽ സഹായിക്കാൻ പറ്റുന്ന സാധ്യത അവിടെ ഉണ്ടെങ്കിൽ അവളെ ഉപയോഗപ്പെടുത്താം. അതായത് ഇതൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് മുഷാവറയിൽ കൂടി നല്ല ഒരു പരിസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവനാവണം ഭർത്താവ്. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ഇയാളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അത് ചർച്ച ചെയ്യില്ല. അവളുടെ മനസ്സിലും ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും, ചർച്ച ചെയ്യില്ല. എന്നിട്ട് വേറെ ആരോടൊക്കെ ചർച്ച ചെയ്യും, അത് പ്രശ്നമാവും. അങ്ങനെ പിന്നെ സംശയരോഗം ഉണ്ടാവും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള കാരണം അവർ തന്നെ ഉണ്ടാക്കുകയാണ്. സംശയരോഗം എന്നുള്ളത് വലിയൊരു രോഗമാണ്. പ്രവാസി ഭാര്യമാരുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും ഈ സംശയരോഗത്തിൻ്റെ അടിമകളാവുന്നുണ്ട്. അതൊരു വലിയ വെല്ലുവിളിയാണ്, ഇന്ന് അവർ നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയാണ്. ഓക്കെ, ഇത് നമ്മൾ ചർച്ച ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നും പ്രവാസ ലോകത്തേക്ക് എത്തിച്ചേരുന്നത് സ്ഥിരമായൊരു താമസം അവിടെ ഒരിക്കലും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ, നാട്ടിൽ ഒരു പക്ഷേ എന്തെങ്കിലും പ്രാരാബ്ദങ്ങളുണ്ടെങ്കിൽ ആ പ്രാരാബ്ദങ്ങൾ മാറണം. അതുപോലെ ഒരു അത്യാവശ്യ സൗകര്യമുള്ളൊരു വീട് വേണം, അത്യാവശ്യം യാത്ര ചെയ്യാനുള്ളൊരു യാത്രാ സൗകര്യത്തിന് വേണ്ട ഒരു വാഹനം വേണം. ഇതൊക്കെയാണ് പലപ്പോഴും ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പ്രവാസ ലോകത്തേക്ക് എത്തുന്നത്. പക്ഷേ ഇന്ന് കാണുന്ന പല കാഴ്ചകളും പ്രവാസ ലോകത്തേക്ക് ഇവിടുന്ന് പറിച്ച് നടപ്പെടുന്നു, ഫാമിലിയോട് കൂടിയിട്ട് പോകുന്നു, പല ആളുകളും അവിടെ ജീവിക്കുന്നു. എന്നാൽ അവിടെ എന്തെങ്കിലും അവരുണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. അവസാനം തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ബിഗ് സീറോ ആയിട്ട് വരുന്ന കാഴ്ച ഇന്ന് ദയനീയമായ കാഴ്ചകളാണ്. അവിടെ അത്തരക്കാരായ ഇപ്പോൾ ഫാമിലിയോടുകൂടി അവിടെ ജീവിക്കുന്ന ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന ആളുകളോട് നമുക്ക് എന്താണ് നിർദ്ദേശിക്കുക? വളരെ നല്ല ഒരു ചോദ്യമാണ് ഷമീം സാറ് ചോദിച്ചത്. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ചോദ്യം കൂടിയാണ്. എക്കണോമിക് മാനേജ്മെൻറ്റ് വി ആർ അട്ടർ ഫെയിലിയർ. നമ്മൾ വൻ പരാജയമാണ്, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റി. അതായത് ഗൾഫിൽ പോകുന്നു, അവിടെ അധ്വാനിക്കുന്നു, കിട്ടുന്നതിനപ്പുറം ചിലവഴിക്കുന്നു അല്ലേ. നാട്ടിലേക്ക് വരുമ്പോൾ കടം വാങ്ങിയിട്ട് പോരും, തിരിച്ചു പോകുമ്പോൾ ഇവിടുന്നും കടം വാങ്ങിയിട്ട് പോകും. പിന്നെ അടുത്ത വർഷങ്ങൾ ജോലി ചെയ്യുന്നത് ആ കടം വീട്ടാനാണ്. പിന്നെ ഒരു കറവപ്പശുവായിട്ട് ഗൾഫുകാരനെ കാണുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നാട്ടിൽ നടക്കുന്ന സകല ആവശ്യങ്ങളും എഴുതി അറിയിക്കുക അല്ലെങ്കിൽ ഫോണിൽ കൂടി അറിയിക്കുക ഈ ഗൾഫുകാരനെയാണ്. സ്വാഭാവികമായിട്ട് അയാൾ നോ പറയില്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അയാളെ വീണ്ടും മിസ്യൂസ് ചെയ്യും, എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇവിടെ ഓരോ പ്രവാസിയും മനസ്സിലാക്കേണ്ട ഏറ്റവും സീരിയസ് ആയ കാര്യം, നല്ല കർമ്മശേഷിയുള്ള കഴിവുള്ള കാലിബറുള്ള സമയത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു പെർസെൻറ്റേജ് നിർബന്ധമായിട്ടും അവർ സേവ് ചെയ്യണം. അതായത് 20 or 30% ഓഫ് ദി ടോട്ടൽ ഏണിംഗ് ദേ മസ്റ്റ് സേവ് ഇറ്റ്.
അത് ആർക്കും കൊടുക്കാൻ പാടില്ല, അത് അവർ സേവ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. അയാൾക്ക് സ്വന്തം കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഭീമമായൊരു സംഖ്യ ആവശ്യമുണ്ട്. അയാൾ ഗൾഫിൽ നിന്ന് റിട്ടേൺ ചെയ്തു. ആ നല്ല കാലത്ത് അദ്ദേഹം ഒരു നല്ല വീടുണ്ടാക്കി, കുറച്ച് പറമ്പെടുത്തു, മക്കളെ വിദ്യാഭ്യാസം കൊടുത്തു. പെട്ടെന്ന് ഗൾഫിൽ നിന്ന് റിട്ടേൺ ചെയ്യേണ്ടി വന്നു, നാട്ടിൽ സെറ്റിൽ ചെയ്യേണ്ടി വന്നു. പക്ഷേ അയാളുടെ കയ്യിലൊന്നുമില്ല. അവസാനം സ്വന്തം കിടപ്പറ, കിടപ്പാടം വിൽക്കേണ്ടി വന്നു. നല്ലൊരു വീട് അയാൾ വിൽക്കുകയാണ്. എന്തിനാണ് വിൽക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് മക്കളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, രണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനാണ്. ഈ ഗതികേട് എന്തുകൊണ്ടാണ് വരുന്നത്? പ്രീ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടും ഫോർകാസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ടുമാണ്. അപ്പോൾ ആര് നമ്മെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും ശരി, അസർട്ടീവ്നെസ് നിർബന്ധമായിട്ട് ഒരു പ്രവാസിക്ക് വേണം. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ നോ പറയേണ്ട ഘട്ടത്തിൽ നോ പറയുക, യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക. അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും നമ്മളോട് അങ്ങനെ കൽപ്പിച്ചിട്ടില്ലല്ലോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അല്ലേ? നമ്മളുടെ കഴിവിനപ്പുറം ഒരാളെ നമ്മൾ സഹായിക്കേണ്ടതില്ല. നമ്മുടെ മക്കളെ ഒഴിവാക്കി, നമ്മുടെ ഭാര്യയെ ഒഴിവാക്കി, നമ്മുടെ കുടുംബത്തെ നോക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് സമയവും നമ്മുടെ അധ്വാനവും പണവും നീക്കി വെക്കണം. അതുകൊണ്ട് ഒരു പ്രവാസി ചെയ്യേണ്ടത് സാമ്പത്തിക വ്യവഹാരങ്ങളിൽ അയാൾക്കൊരു ബജറ്റ് വേണം. ഇപ്പോൾ ഒരാൾക്ക് 1,00,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടെങ്കിൽ ആ 1,00,000 രൂപയിൽ 30,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ നിർബന്ധമായിട്ടും അയാൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നിട്ട് അതൊരു അസറ്റായിട്ട് അവിടെ മാറ്റി വെക്കണം. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരിക്കും, കുട്ടികളുടെ വിദ്യാഭ്യാസം ഉണ്ടാവും, ഭാവിയിൽ പെട്ടെന്ന് ജോലി നിർത്തിയേക്കാം, കാരണം അയാൾക്ക് പെൻഷനൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു തിങ്കിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഒപ്പം കുടുംബവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ ഇത് മനസ്സിലാക്കി വേണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, മക്കളിത് മനസ്സിലാക്കുന്നില്ല. വാപ്പയുടെ പോക്കറ്റിൻ്റെ വലിപ്പം മനസ്സിലാക്കാതെ മക്കൾ ചിലവഴിക്കുന്നു, ഉമ്മാർ പറഞ്ഞു കൊടുക്കുന്നുമില്ല. എന്താവശ്യങ്ങളുണ്ടെങ്കിലും വാപ്പയോട് പറയാണ്, വാപ്പ പൈസ അയച്ചു കൊടുക്കും. എന്നാൽ ഇതിൻ്റെ കണക്ക് പോലും ശ്രദ്ധിക്കാത്ത ഉമ്മമാരുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ ATM കാർഡ് ഏൽപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. തോന്നിയതുപോലെ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ പൈസ ചിലവഴിക്കുക. ബ്രോസ്റ്റ് കഴിക്കാനും ഷവർമയും ഷവായയും ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എല്ലാറ്റിലും ഒരു സാമ്പത്തികമായ ബജറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതിൽ കൂടി ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് വളരെ ബോധപൂർവമാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് മുഖങ്ങൾ, പരിചിത മുഖങ്ങൾ വരുന്നുണ്ട്. കാരണം ഒന്നുമില്ലാതെ എത്രയോ വർഷങ്ങളായി അവിടെ ജോലി ചെയ്ത് അവസാനം ആ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളോടൊക്കെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ചില അനുഭവങ്ങൾ കൊണ്ടാണ് ഇക്കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, പ്രവാസ ലോകത്ത് വളരെ ഉന്നതമായ ഒരു ജോലിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ നാട്ടിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി സഹായ സഹകരണങ്ങൾ കൊടുക്കുകയും ആരുടെ പ്രശ്നങ്ങളിലും അയാളുടെ ഒരു വിഹിതമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് അയാളുടെ ജോലി അവിടെ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് വേറൊരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. വീട്ടിലാണെങ്കിൽ താനുണ്ടാക്കിയ ഒരു വീടും അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ഥലവും എന്നല്ലാതെ വേറൊന്നുമില്ല. നിക്കക്കള്ളിയില്ലാതെ അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ ഇയാൾ വീണ്ടും പ്രവാസ ലോകത്തേക്ക് തന്നെ പോവുകയാണ്. ആദ്യം നല്ലൊരു ജോലിയിൽ നിന്ന് അദ്ദേഹം പിന്നീട് ഒരു ഹൗസ് ഡ്രൈവറുടെ ജോലിയിലേക്കാണ് എത്തുന്നത്. ഇത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് സാധിക്കുന്നില്ല. അവസാനം ഈ മക്കളും ഇദ്ദേഹവും എന്നും ക്ലാഷ്, ഫോണിലൂടെ പറയുമ്പോഴും ഒക്കെ സംസാരിക്കുന്ന വിരുദ്ധമായ കാര്യങ്ങൾ. ഇദ്ദേഹം പറയുന്ന മക്കൾ കേൾക്കുന്നില്ല, മക്കളുടെ ആവശ്യങ്ങൾ അദ്ദേഹം കേൾക്കുന്നില്ല. കുടുംബം എന്നതൊരു തകർച്ചയുടെ വക്കിലെത്തിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം, ഓരോ പ്രവാസിയും ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അഥവാ ഒരു ഫിനാൻഷ്യൽ ബജറ്റിംഗ് അത്യാവശ്യമാണ് നമുക്ക്. ഇത് പ്രവാസികൾക്ക് മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഏത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവിടെയൊക്കെ അത്യാവശ്യമായൊരു കാര്യം തന്നെയാണത്. അപ്പോൾ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അവരുടെ ഭാര്യമാരോ കുടുംബമോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഉണർത്താനുള്ളൊരു സമയമാണ് നമുക്കിപ്പോൾ. ഇവിടെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക മേഖല അതാണല്ലോ ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളി. സാമ്പത്തിക രംഗത്ത് മുമ്പുള്ള അതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രവാസി ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം കേരളത്തിലെ ഏതെങ്കിലും ഒരു ജോലിയിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇറക്കുമ്പോൾ
അതിൽ നിന്ന് പെട്ടെന്ന് ഏണിങ് കിട്ടുമെന്നാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ മനസ്സിലാക്കാതെ, ഒരു സ്റ്റഡി നടത്താതെ, ഒരു പ്ലാനിങ് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുകയാണ് ഗൾഫിൽ നിന്ന് അയാൾക്ക് കിട്ടിയ അതുപോലെയുള്ള വരുമാനം നാട്ടിൽ നിന്ന് കിട്ടിയേക്കും. പ്രോഫിറ്റ് മാത്രമാണ് അയാളുടെ മോട്ടീവ്, നഷ്ടങ്ങൾ വരുമെന്ന് അയാൾ കാണുന്നേയില്ല. ഇങ്ങനെ എക്കണോമിക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഈ പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. പ്രവാസിയുടെ ഭാര്യമാരും മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാസിയുടെ ഭാര്യമാർക്കുള്ള ഒരു പ്രശ്നം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഭാര്യയും ഭർത്താവും തമ്മിൽ നടത്താത്തത് കൊണ്ട് അവർക്കും കാര്യങ്ങൾ ബോധ്യമാകുന്നില്ല അല്ലേ. ഒരു ബിസിനസ്സിന് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടേണ്ടതുണ്ടല്ലോ അല്ലേ. അത് കിട്ടാത്ത ബിസിനസ്സുകളുടെ എണ്ണമാണ് കൂടുതൽ, കിട്ടുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. സാമ്പത്തികമായ മാന്ദ്യം എല്ലാ രംഗത്തും ഇന്ന് ആളുകൾ അനുഭവിക്കുക. അത് ഗൾഫ് കൺട്രീസിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വരുമാനം കൂട്ടാനുള്ള വഴി എന്ത് എന്ന് അന്വേഷിക്കുക, ചിലവ് ചുരുക്കാനുള്ള വഴി എന്ത് എന്ന് ചർച്ച ചെയ്യുക, കുടുംബത്തിൽ മൊത്തത്തിലൊരു പ്ലാനിങ് ഉണ്ടാവുക. അപ്പോൾ മാത്രമേ മാനസികമായിട്ടുള്ള ഇത്തരം സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മളുടെ ആളുകൾ പലിശയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബാങ്കിനെ ആശ്രയിക്കുന്നുണ്ട്. വലിയ സംഖ്യയാണ് ബാങ്കിൽ ലോണുകൾ അടക്കപ്പെടുന്നത്. ഇതൊരിക്കലും ഇയാൾക്ക് വീട്ടാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് കടബാധ്യത കുമിഞ്ഞുകൂടുമ്പോൾ പിന്നെ അല്ലെങ്കിൽ അയാൾ ചിന്തിക്കുന്നത് ആത്മഹത്യയാണ് അല്ലേ. കാരണം വിവാഹം ആർഭാടത്തോടു കൂടിയാണ് നടത്തുന്നത്. ഒരാളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി മനസ്സിലാക്കാതെ വലിയ രൂപത്തിൽ അല്ലേ അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. വളരെ ലളിതമായൊരു കർമ്മമാണ് വിവാഹം. എൻ്റെ വരുമാനം എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കണം. നാട്ടുകാരെ മുഴുവനും നല്ല പേര് പറയിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നമുക്കറിയാം നമ്മുടെ തന്നെ ജീവിതത്തിലെ അനുഭവത്തിൽ ആളുകളൊക്കെ നല്ലത് പറയട്ടെ, നല്ലത് കേൾക്കട്ടെ, എന്നെക്കുറിച്ച് കേൾക്കുമ്പോഴേക്ക് രോമാഞ്ചം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് ആളുകളൊക്കെ സൽക്കരിച്ചു, വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി. ഇന്ന് കടക്കണിയുടെ നടുവിലാണ്. ഇന്ന് ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, അയാൾ സ്വന്തം അത് അനുഭവിക്കുകയാണ്. അപ്പോൾ ആളുകൾ വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് അസ്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അതല്ല നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, അള്ളാഹു നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ പരിമിതപ്പെടുത്തുക. ആ പരിമിതപ്പെടുത്തുമ്പോൾ മാഷാ അല്ലാഹ് അതിൽ ബർക്കത്തുണ്ടാവും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനാണ് ഭാര്യമാരും പഠിക്കേണ്ടത്. അപ്പുറത്തുള്ള വീട്ടിലെ ടോയ്ലറ്റും അപ്പുറത്തുള്ള വീട്ടിലെ ബെഡ്റൂമും അപ്പുറത്തുള്ള വീട്ടിലെ വാഹനങ്ങളും സൗകര്യങ്ങളും അത് നോക്കിക്കൊണ്ട് മലയാളി ജീവിക്കുന്നതാണ് എല്ലാ പ്രതിസന്ധികളുടെയും കാരണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒക്കെ ഒന്ന് സന്ദർശിക്കാൻ കേരളക്കരയിലുള്ള നമ്മുടെ സഹോദരിമാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരം ആരും നടത്തൂല. ഒന്നും വേണ്ട. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം തമിഴ്നാട് മദ്രാസിലാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പഠനാവശ്യത്തിന് പോയതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് തമിഴ്നാട്ടിലുള്ള പല വീടുകളിലും ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് ഇല്ല. കേരളത്തിലോ ഓരോ വീട്ടിലും ഓരോ റൂമിനും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. എന്നിട്ട് അവിടെ ആളുകൾ താമസിക്കുന്നില്ല, വെറുതെ ടാക്സ് കൊടുത്തുകൊണ്ട് വീടുകൾ പൂട്ടിക്കിടക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഈഗോ ആണ് മറ്റുള്ളവർ വീടുണ്ടാക്കുമ്പോൾ വലിയ വീടുണ്ടാക്കുക. ഒരു ജീവിതം തന്നെ ഹോമിക്കുന്നത് വീടുണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ അയൽപ്രദേശങ്ങളിൽ ചില വീടുകൾ ശരിക്കും സർക്കാർ അതിന് വലിയ ടാക്സ് ചുമത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലേ ആളുകൾ ഇതിൽ നിന്ന് പിൻവാങ്ങുള്ളൂ. ഒരു ഉപകാരമില്ലാത്ത വീട് നിർമ്മാണങ്ങൾ, ആവശ്യത്തിന് വീട് വേണം, സൗകര്യങ്ങൾ വേണം. എന്നാൽ ഒരാളുടെ ജീവിതം മുഴുവൻ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരിക്കലും അനുവദിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ നമ്മുടെ അസറ്റുകളെ അൺവാണ്ടഡായ കാര്യത്തിലേക്ക് നീക്കി വെക്കുകയാണ്. ഇത് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് നമ്മൾ മലയാളികൾ പറയാറുണ്ട്. അതെല്ലാവർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രവാസ ലോകത്തുള്ള ആളുകളാണ് പലപ്പോഴും ഇത് അതിൻ്റെ സീമകളെല്ലാം ലംഘിച്ചുകൊണ്ട് ചിലവഴിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ അത് ഉൾക്കൊള്ളിച്ചത്. എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലും നമുക്ക് വേണ്ട ഒരുപാട് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനനായ സഹസറിനുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ ഉണ്ടാവണം, സ്നേഹക്കൂട് ഉണ്ടാവണം, ഇതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.